നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ കുറച്ച് സിനിമകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ ലീഡിങ് റോൾ ആയപ്പോൾ ഒന്നുകൂടെ ആളുടെ ഭാഗം ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് മമ്മൂക്കയുടെ അനന്തരവനായിട്ട് അസ്കർ സൗദ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങും പുള്ളിക്ക് ടാലൻ്റ് ഒന്നും മനസ്സിലാക്കിയത് സെക്കൻഡ് ഹാഫിലാണ്. നമ്മളുടെ പോലുള്ള ജനറേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓൾ ഗുഡ്, നല്ല അവരൊക്കെ ഒരുപാട് നാൾക്ക് ശേഷം വരുമല്ലേ, അവരുടെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ കുറച്ച് സിനിമകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ ലീഡിങ് റോൾ ആയപ്പോൾ ഒന്നുകൂടെ ആളുടെ ഭാഗം ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പടം നല്ല പടം, സൂപ്പർ പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നോർമലാണ് പടം, സെക്കൻഡ് ഹാഫിലാണ് പടം കയറി കൊളുത്തിരിക്കുന്നത്. പിന്നെ മേക്കിംഗ് രീതിയൊക്കെ കിട്ടില്ല മേക്കിംഗ് ആണ്. പിന്നെ എല്ലാവരും നല്ല ആക്ടിങ് ആണ്. പിന്നെ എനിക്ക് മമ്മൂക്കയുടെ അനന്തരവനായിട്ട് അസ്കർ സൗദ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങും പുള്ളിക്ക് ടാലൻ്റ് ഒന്നും മനസ്സിലാക്കിയത് സെക്കൻഡ് ഹാഫിലാണ്. അതായത് ക്ലൈമാക്സ് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ആക്ഷനും അഭിനയവും എല്ലാം കൊണ്ട് പൊളിച്ചടിക്കിട്ടുണ്ട്. അവിടെ പുള്ളിക്കാരൻ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ ഈ പഴയ നടന്മാരൊക്കെ പറയും ഒരു വാരും പുള്ളിക്കാരൻ, അതിനുള്ള അവസരം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ടാലൻ്റ് ഉണ്ട് പുള്ളിക്ക്. അത് ക്ലൈമാക്സ് കാണും, ഒറ്റ സീൻ കണ്ടാൽ മതി ആ ടാലൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതപ്പോഴാണ് പുള്ളിക്കാരൻ ടാലൻറ്റ് മനസ്സിലാക്കുക. അതുവരെ നമ്മൾ നോർമലി ചെയ്താൽ പോകണം. പുള്ളിക്കാരൻ ആക്ഷനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ, ഭയങ്കര നമുക്ക് രോമാഞ്ചൊക്കെ വരും. അത് കണക്ക് രീതിയില്ല ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ നല്ല മേക്കിങ്ങും കില്ലറിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അന്യ കില്ലിങ് കേട്ടോ. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് കൊച്ചു പിള്ളേരെ കാണാൻ പറ്റുന്ന തോന്നുന്നില്ല, ഭയങ്കര ക്രൂരമായ കൊലപാതകമൊക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് നല്ല സ്വാഗതമുണ്ട് കേട്ടോ. പുള്ളി ആ BGM കിട്ടി വരുമ്പോൾ പോളീസ് ഇടയ്ക്ക് നമുക്കടെ ചായ കയറി വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഇത് വരും. പുള്ളിക്കാരൻ സെറ്റപ്പാണ്, വേറെ ലെവലാണ് പുള്ളിക്കാരൻ അവസരം കിട്ടി. നല്ലൊരു കഴിവുള്ളൊരു നടനാണ് തെളിയിച്ച് പുള്ളിക്കാരൻ. വേറെ നല്ല പടമാണ്.